ഹലോ ഫ്രണ്ട്സ്, മൂവ് അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞിടത്തിന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ രാത്ത എന്ന് പറഞ്ഞിടത്തിന് സ്നീക്ക് പിക്ക് പുറത്തിറങ്ങി. പിന്നെ ശശികുമാറിന്റെ രജമുരുകന്റെ അടുത്ത വരാൻ പോണ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് അനുരാഗ് കശ്യപ് നാളെ രാവിലെ 11 മണിക്ക് ഇറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി രാജീവ് ഷെട്ടിയും 6 മണിക്ക് വൈകിട്ട് ഇറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ആര്യ 6 മണിക്ക് ഇറക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ രാജീവ് ഷെട്ടി തന്നെ രാവിലെ 11 മണി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ള അറിയില്ല, എന്തായാലും വരട്ടെ. പിന്നെ ഇടി മഴ കാറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഫെബ്രുവരി 21 പടം റിലീസാകാൻ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ ആമസോൺ പ്രൈമിൽ പുറത്തിറങ്ങിയായിരുന്നു. പടം ഒരു നല്ല പടമായിട്ടാണ് തോന്നി. 10 ആയിട്ട് കൊടുക്കും റേറ്റിംഗ്. എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ 50 ഡേയ്സ് തിയേറ്റർ ലോഡിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ പ്രോമോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി ജലപടം ജി തമിഴിൽ വന്നിട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ 9.1 TVR ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം വരുന്നുണ്ട് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ. എന്തായാലും അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അത് കൂടാതെ വേറൊരു പോസ്റ്റർ കൂടി കണ്ടിട്ടുണ്ട്. എന്തായാലും രണ്ടിനും ജനുവരി 31 റിലീസ് ഡേറ്റ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പൊന്മൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ പക സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ തന്നെ അസീം ഇബ്രാഹിമിന്റെ പേര് സുൽഫി സഖാവ് എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ തര എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജ അഭിനയിക്കുന്ന പടത്തിന്റെ ഒരു ഗ്ലിംസ് 26 എന്നുള്ള പറഞ്ഞിരുന്നു, എന്ന് വെച്ചാൽ നാളെ. അത് രാവിലെ 11:07 അറിയിച്ചിട്ടുണ്ട്. പിന്നെ എമർജൻസി എന്ന് പറഞ്ഞിടത്തിന്റെ 7 കളക്ഷൻ 16.6 കൂടിയെന്നുള്ള അറിയിച്ചു. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഏപ്രിൽ 10 റിലീസ് ആവുന്നത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അധിഷ്ഠശാലി എന്ന് പറഞ്ഞിട്ടുള്ള മാധവ അഭിനയിക്കുന്ന പടം മാർച്ച് 7 ആയിരിക്കും റിലീസ് ഉണ്ടാകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്, റൂമർ കേൾക്കുന്നതാണ്. പിന്നെ സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസ് ആയിട്ടുണ്ട്, എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. പിന്നെ ഒരു വടക്കം വീരകഥ എന്ന് പറഞ്ഞ പടം റിലീസിന് വരികയാണ്, അത് ഫെബ്രുവരി 7 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഓഫ്ലൈൻ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹുൽ സദാശിവം അടുത്തായിട്ട് പ്രണവ് മോഹൻലാലിനെ ചിട്ടെടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഈ മാർച്ചിൽ തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ജ്യോതി ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരിക്കും ആർട്ട് ചെയ്യാന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ ട്രോമ എന്ന് പറഞ്ഞിടത്തിൻ്റെ താലിലോ എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്ത്രം എന്ന് പറഞ്ഞിടത്തിന്റെ നോർത്ത് അമേരിക്കയിലെ കളക്ഷൻ 2.5 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. അതേമാതിരി അവിടത്തിലത്തെ കൊടരി കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 130 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മിറൈ എന്ന് പറഞ്ഞിടത്തിന് മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്ന ടിപ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 8 എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ 1 പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും 1 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ സംഗീത് പി രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ. അടുത്ത സജിൻ ഗോപിനെ വെച്ചിട്ട് വളർക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പാലത്ത് ജാനുവർ എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ് ഈ ഡയറക്ടർ. പിന്നെ വല്ലം എന്ന് പറഞ്ഞ പടം ഇന്നാണ് റിലീസിന് എത്തിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു സ്നേക്ക് പീക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ബൈരാം എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. 7.5 മില്യൺ പ്ലസ് വ്യൂസും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിടാമുറിച്ചി എന്ന് പറഞ്ഞിടത്തിന്റെ മലേഷ്യയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ജനുവരി 31 തുടങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഏകദേശം ആ സമയമൊക്കെ ആകുമ്പോൾ തുടങ്ങേണ്ടതാണ്. 1 ആയിട്ടൊക്കെ എന്തായാലും തുടങ്ങണ്ടായിരിക്കും. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിടത്തെ ഹില്ലസോ ഹില്ലസ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. എന്തായാലും അതിന്റെ ട്രെയിലർ ഇപ്പോൾ ഈ ജനുവരി 28 എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടം വലിയ റിലീസിനാണ് നോർത്ത് അമേരിക്കയിൽ ഒരുങ്ങുന്നത്. 599 കൂടുതൽ ലൊക്കേഷൻസിലായിട്ടാണ് റിലീസ് വരുന്നത്. പിന്നെ ടോവിനോ തോമസ് അഭിനയിക്കുന്ന തന്തവൈബ് എന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. തന്തവൈബ് ഹൈബ്രിഡ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആഷിഖ് ഉസ്മാനാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മൂസിൻ പരാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ കാന്ത എന്ന് പറഞ്ഞിടത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് എടുത്തെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിലെ വരിക എന്നുള്ളത്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞിടത്തിന്റെ OTT റൈറ്റ്സ് സോണിയിൽ കൊടുത്തെന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി മാർക്കോ എന്ന് പറഞ്ഞിടത്തിന്റെ OTT റൈറ്റ്സ് സോണി ലീവ് എടുത്തെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, അവർ ഒഫീഷ്യലായി കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ ഡൊമിനിക് എന്താ ലേഡീസ് സ്പേസ് എന്ന് പറഞ്ഞിടത്തിലത്തെ സുഷ്മിത ഭട്ടിന്റെ പേര് നന്ദിത എന്നുള്ളതെന്ന് മുന്നേ അറിയിച്ചാണ്. അപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ആളുടെ പുതിയതായിട്ട്, അത് സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും പടത്തിന്റെ ടിക്കറ്റൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. ഇവിടെ ആയി കഴിഞ്ഞാലും GCCയിൽ ആയി കഴിഞ്ഞാലും. എന്തായാലും കേരളത്തിലത്തെ ഇതിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 1.85 കോടി എത്തിയിട്ടുള്ളൂ. കാരണം വലിയ ഹൈപ്പ് ഉണ്ടല്ല, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ സ്ക്രീൻ 200 സ്ക്രീൻ ഉണ്ടായിരുന്ന 225 സ്ക്രീനൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം തന്നെ. പിന്നെ പടത്തിന്റെ ഒരു പ്രസ് മീറ്റ് നടന്നിരുന്നു പടം ഇറങ്ങിയതിന് ശേഷം. മമ്മൂട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഗൗതം വാസുദേവൻ വന്നിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മാർഗഴി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ പാട്ട് ഇന്ന് 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള സത്യാന്തികാട് എടുക്കുന്ന പടം, അവിടത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി പകുതിയോടെ കൂടിയിട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. ഐശ്വര്യലക്ഷ്മി, സംഗീത് പ്രതാപ്, പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ലൊക്കേഷൻസ് കൊച്ചിയിലും പൂനെയിലും ആയിട്ടാണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടം പുറത്തിറങ്ങുന്നു, അത് ZEE5 ഈ ജനുവരി 31 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷാബിന്റെ SS രാജമൗലി എടുക്കുന്ന പടം, അവിടത്തിൽ പ്രിയങ്ക ചോപ്ര നായിക എത്തുന്നുള്ള പറഞ്ഞിരുന്നു, പക്ഷെ അത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും SS രാജമൗലിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ മഹേഷ് ബാബുവിനെ ഇനി ഒരു 5-6 വർഷത്തിന് നോക്കണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ്, ജയിലിലാക്കിയ പോലത്തെ. എന്തായാലും അതിന്റെ അടിയിൽ പ്രിയങ്ക ചോപ്ര ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആൾ കൺഫേം ആയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരമായി വരട്ടെ. പിന്നെ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള റിലീസ് ഡേറ്റ് മാറ്റി എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. എൽറ്റമ്പുരാന് ശേഷമാണ് ഇനി റിലീസ് വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏപ്രിൽ ലാസ്റ്റിലോ അല്ലെങ്കിൽ മെയ് 2025 ആയിട്ടായിരിക്കും ഇനി റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ എൽറ്റമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന പടമാണ് എൽറ്റമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അവിടത്തെ ടീച്ചർ വരാൻ പോവാണ് ജനുവരി 26 എന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതെല്ലാം അതിന്റെ ടൈം പുറത്തിറങ്ങിയിട്ടുണ്ട്, വൈകിട്ട് 7:07 അതിന്റെ ടീച്ചർ പുറത്തിറങ്ങുക. എന്തായാലും ഒരു പോസ്റ്റർ കിട്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തലവതി 69 അതിന്റെ ഫസ്റ്റ് ലുക്ക് കുറേ കാലമായിട്ട് വരും എന്നുള്ള പറഞ്ഞിരുന്നു. പൊങ്കലിനാണ് ലാസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ജനുവരി 26 പറഞ്ഞിട്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിരുന്നു റൂമറായിട്ട്. എന്തായാലും ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് KVN പ്രൊഡക്ഷൻസ് തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്ക് നാളെ
രാവിലെ 11 മണിക്കാണ് പുറത്തിറങ്ങുക. അത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും 2 സ്ക്രീനിലാണ്. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്ടോബറിലാണ് പറഞ്ഞു കേട്ടായിരുന്നു, ദിവാലിക്കായിട്ട്. അത് മാറ്റിയിട്ട് പൊങ്കൽ 2026 ആക്കി എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ അതിൽ അറിയിക്കുന്നുണ്ടായിരിക്കും മിക്കവാറും റിലീസ് ഡേറ്റ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.